ഞങ്ങളൊരു 10 മാസത്തിന് ശേഷമുണ്ട് സൗത്ത് എൻഡിലോട്ട് തിരിച്ചു പോകുന്നത്. സൗത്ത് എൻഡ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ UK ആദ്യം വന്നിട്ട് അവിടെ ആയിരുന്നു ഞങ്ങളൊരു 2.5 വർഷം. എൻ്റെ യൂണിവേഴ്സിറ്റി അവിടെ ആയിരുന്നു. അവിടെ ഞങ്ങൾക്ക് കുറേ ഓർമ്മകളുണ്ട്. ഫസ്റ്റ് ഏറ്റവും ഇമോഷണലി ബോണ്ടെന്ന് പറഞ്ഞാൽ മാധു ജനിച്ചത് സൗത്ത് എൻഡിലാണ്. പിന്നെ കുറേ കാര്യങ്ങൾ നമ്മളുടെ ലൈഫിൽ നടന്നത് സൗത്ത് എൻഡിൽ വെച്ചാണ്. അവിടെ ഞങ്ങൾക്ക് നല്ലൊരു അടിപൊളി ഫ്രണ്ട്സ് ഗ്യാങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സൗത്തിലോട്ട് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്യാങ്ങിലുണ്ടായിരുന്ന നാസിയും ശങ്കറും അവിടെ വീട് മേടിച്ചു. അപ്പോൾ അവരൊരു കുഞ്ഞ് ഫങ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. പ്ലസ് അവരുടെ മൂത്ത മകളായ ഇഷുവിൻ്റെ ബർത്ത്ഡേയും കൂടി ആയിരുന്നു കേട്ടോ. അപ്പം എല്ലാം കൂടി ആയപ്പോഴാണ് പിന്നെ നമ്മൾ കുറേ നാളായല്ലോ അവരെ കണ്ടിട്ട്. പിന്നെ അവരുടെ ലൈഫിൽ ഒരു അച്ചീവ്മെൻ്റ് ആകുമ്പോൾ നമ്മളവിടെ പോകണമല്ലോ. അങ്ങനെയാണ് ഞങ്ങൾ സൗത്ത് എൻഡിലോട്ട് പോയത്. പിന്നെ ചന്തുവിന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു റോഡ് ട്രിപ്പ് പോകണം എന്നുള്ളത്, ഇത്രയും ദൂരം. അപ്പോൾ നമ്മൾ ഒരു 8 മണിക്കൂർ ജേണിയാണ് നമുക്ക് ഇവിടെ നിന്ന് സ്കോട്ട്ലൻഡിൽ നിന്ന് സൗത്ത് എൻഡിലോട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ പതിയെ ഇടയ്ക്ക് നിർത്തിയൊക്കെയാണ് പോയത്. അപ്പോൾ ഇവിടെ നിന്ന് രാത്രി 8 മണിക്ക് 8 മണി 8:30 ആയപ്പോഴാണ് നമ്മളിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് ജേണി. ഫ്രൈഡേ 8 മണിയായപ്പോൾ സാറ്റർഡേ മോർണിംഗ് ഒരു 7 മണിക്ക് മുന്നേ നമ്മൾ സൗത്ത് എൻഡ് എത്തി. നമ്മൾ പിന്നെ അവരുടെ വീട്ടിലോട്ട് 8 മണി 9 മണി ആയപ്പോൾ നമ്മളവിടെ എത്തി. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കേട്ടോ. ജേണി നല്ല അടിപൊളിയായിരുന്നു, വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ചെന്ന് ഞങ്ങൾ എനിക്കങ്ങനെ കിടക്കാനൊന്നും പറ്റിയില്ല, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. വാവ നല്ല ആക്റ്റീവായിട്ട് അവൻ രാത്രി കാറിലിരുന്ന് ഫുൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അവൻ അവിടെ ചെന്നപ്പോൾ ഫുൾ ആക്റ്റീവായിരുന്നു. അവിടെ ഇഷുവും മിഷ്കുവിനെയൊക്കെ ആയിട്ട് നല്ല കളിയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അടിപൊളിയായിട്ട് ഫങ്ഷനൊക്കെ എൻജോയ് ചെയ്തു. നിതിനും പൂജയും വന്നിട്ടുണ്ടായിരുന്നു, അവരായിട്ടും കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ തന്നെ എൻ്റെ ഫ്രണ്ട് അഞ്ജലി കോൾച്ചസ്റ്ററിലുണ്ടായിരുന്നു. അപ്പോൾ അവൾ എന്നെ 2 വർഷമായിട്ട് എന്നെ വിളിക്കണം അങ്ങോട്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി പിറ്റേ ദിവസം രാവിലെ. അവിടെ ചെന്നപ്പോൾ അവൾ അടിപൊളി സീ ഫുഡ്, മീൻസ് ക്രാബ് ഒലത്തിയതായിരുന്നോ അല്ലല്ല ക്രാബ് റോസ്റ്റ്, സോറി, മീൻ കറി, മീൻ വറുത്തത്, അങ്ങനെ കുറേ വിഭവങ്ങളുണ്ടായിരുന്നു. ഫുഡ് കണ്ടപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാനതെല്ലാം ഫസ്റ്റ് തന്നെ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ജ്യൂസ് തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അതെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഒരു ബോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് പോയത്. അവിടെ തൊട്ടടുത്ത് തന്നെയായിരുന്നു ആ സ്ഥലം. ബോട്ടിങ്ങിന് വേണ്ടി പോയി. അവിടെ ചെന്ന് അവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കണം ബോട്ടിങ്ങിന്. അത് കഴിഞ്ഞ് ബോട്ടിൽ കയറി ഇതിൽ കയറി കഴിഞ്ഞപ്പോൾ നമ്മൾ തന്നെ തൊഴേണ്ടത്. ഞാൻ വിചാരിച്ചത് അവിടെ നിന്ന് ആരെങ്കിലും നമ്മുടെ കൂടെ വരുമെന്നാണ്. പക്ഷേ ചന്തു അത് ട്രൈ ചെയ്ത് അവസാനം ചന്തുവിന് അതിൻ്റെ ഒരു ഇത് മനസ്സിലായി. പക്ഷെ നമ്മൾ എത്തിയപ്പോഴേക്കും 4 മണി ആയിട്ടുണ്ടായിരുന്നു. അവർ ഏകദേശം ക്ലോസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളോട് അവർ 4:30 ആകുമ്പോൾ തിരിച്ചു വരാൻ പറഞ്ഞതുകൊണ്ട് നമ്മളവിടെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തുഴഞ്ഞ് അതിൻ്റെ ഒരു ഇത് മനസ്സിലായപ്പോഴേക്കും എങ്ങനെയൊക്കെയോ തിരിച്ചെത്തിച്ച് എനിക്ക് അവിടെ നിന്നൊരു മഞ്ഞ ലോട്ടസ് കിട്ടി കേട്ടോ. ശരിക്കും ലോട്ടസിൻ്റെ ഒക്കെ മണമുണ്ട്, പക്ഷേ നമ്മുടെ നാട്ടിലുള്ള പോലെ ലോട്ടസിൻ്റെ അത്രയും ഇതളുകളില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ തന്നെ കുറേ ബെഞ്ചൊക്കെ അവരിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി മരം, എനിക്ക് ആ മരത്തിൻ്റെ പേരറിയില്ല. നല്ല ഇലകളും നല്ല തണലായിരുന്നു അവിടെ. ഞങ്ങൾ അവിടെ ഇരുന്ന് ഐസ്ക്രീമൊക്കെ കുറച്ച് നേരം കഴിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് പ്ലാൻ ചെയ്തു ഇനി അടുത്തത് എവിടേക്കാണ് പോവുക. അപ്പോൾ അഞ്ജലി അവിടെ ഒരു നല്ലൊരു മലയാളി റെസ്റ്റോറൻറ്റ് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് നമുക്ക് പഴംപൊരിയും ബീഫ് റോസ്റ്റും കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ടാണ് കേട്ടോ പോയത്. അത് കഴിഞ്ഞിട്ട് നല്ല അടിപൊളിയായിരുന്നു പഴംപൊരിയും ബീഫ് റോസ്റ്റും, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ എന്തൊക്കെയോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്തോ ബജിയും പിന്നെ കട്ട്ലേറ്റും കോഫി, അങ്ങനെ എന്തൊക്കെയോ. പക്ഷേ മാധു എവിടെ ചെന്നാലും എല്ലാവരായിട്ടും നല്ല അടിപൊളിയായിട്ട് കമ്പനിയാവും കേട്ടോ. അവൻ സഞ്ജുവിനായിട്ടും നല്ല കമ്പനിയായിരുന്നു. കുറേ നേരം സഞ്ജുവിനായിട്ടൊക്കെ കളിച്ച് ഞങ്ങൾ ആ റെസ്റ്റോറൻറ്റിൽ പഴംപൊരി എൻജോയ് ചെയ്ത്
റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ അവിടെ അടുത്തൊരു ബീച്ച് ഉണ്ടായിരുന്നു കേട്ടോ, ക്ലാക്ടൺ ഓൺ സീ. അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് ബീച്ചിലൊക്കെ ഇരുന്ന് മാധു ഫുള്ള് എൻജോയ്മെൻ്റ് ആയിരുന്നു. അവൻ മണ്ണിലൊക്കെ കളിച്ച് കുറേ നേരം കളിച്ച് ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് ഓടണം, ആ ഒരു സംഭവമായിരുന്നു. അവൻ നല്ല പോലെ എൻജോയ് ചെയ്ത്. ഞങ്ങളും കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്ത് കുറേ സംസാരിച്ച് അതിനുശേഷം തിരിച്ച് അഞ്ജുവിൻ്റെ അവിടെ വന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞ എല്ലാ വിഭവങ്ങളും ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും അതെല്ലാം കഴിച്ച് വീണ്ടും കുറച്ച് നേരമൊക്കെ ഇരുന്ന് സംസാരിച്ചതിന് ശേഷം കിടന്നുറങ്ങി. ഞാനും അഞ്ജുവും കിടന്നുറങ്ങി. ചന്തുവൊക്കെ താഴെ ഇരുന്ന് അവിടെ സഞ്ജുവിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയൊക്കെ വീട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ അവിടെ നിന്ന് ഇറങ്ങി നേരെ നോർത്താംപ്ടണിൽ ചന്തുവിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് നോർത്താംപ്ടണിൽ, മുനമ്പത്ത് തന്നെ ഉള്ളതാണ്. അപ്പോൾ ഞങ്ങൾ അവരുടെ വീട്ടിലും കയറി ജസ്റ്റ് അവരെയൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് സ്കോട്ട്ലൻഡിലോട്ട് പോന്നു. അപ്പോൾ അതൊരു വളരെ മെമ്മറബിൾ ജേണി ആയിരുന്നു. ജസ്റ്റ് ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.